ലഞ്ച് ബ്രേക്ക് കഴിയാൻ നേരമാണ് സേദിക്കൊരു വിസിറ്റർ ഉണ്ടെന്ന് റിസപ്ഷനിൽ നിന്ന് വിളിച്ചു പറയുന്നത്. ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി നല്ലൊരു കമ്പനിയിൽ തന്നെ സേദിക്ക് ജോബ് കിട്ടിയിരുന്നു, അതും വീട്ടിൽ നിന്ന് പോയി വരാൻ പറ്റുന്ന വിധത്തിൽ. എനിക്കൊരു വിസിറ്റർ ഉണ്ട്, ഞാൻ പോയിട്ട് വരാം, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, സേദി അവളുടെ കൊളീഗിനോട് പറഞ്ഞു. ആടാ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം, വുഡ് ബി ആയിരിക്കുമല്ലേ? ആളൊരു ചിരിയോടെ ചോദിച്ചതും അവളും ഒന്ന് ചിരിച്ചുകൊണ്ട് ഫോണെടുത്ത് വിസിറ്റേഴ്സ് റൂമിലേക്ക് നടന്നു. വീക്കെൻഡ് നാട്ടിലേക്ക് പോകും വഴി പ്രജിൻ അവളെ കണ്ടിട്ടാണ് പോവാറുള്ളത്. അതുകൊണ്ട് വന്നത് ആൾ തന്നെയാണെന്ന് സേദിക്ക് ഉറപ്പായിരുന്നു. ഇന്നും വാതിക്കിലേക്ക് നോക്കിയിരിക്കുന്നവനെ നോക്കി അവളൊന്ന് ചിരിച്ചെന്ന് വരുത്തി. ആ ചിരി പ്രജിനിൽ ഒരു നെടുവീർപ്പാണ് ഉണ്ടാക്കിയത്. പതിവ് പോലെ അവന് പറയാനുള്ളത് കേൾക്കാനായി അവനിരിക്കുന്നതിന് ഓപ്പോസിറ്റ് ചെയറിൽ ചെന്നിരുന്നു സേദി. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞിട്ടും പ്രജിൻ ഒന്നും സംസാരിക്കുന്നില്ലെന്ന് കണ്ട് സേദി മുഖമുയർത്തി അവനെ നോക്കി. ഒരു മങ്ങലോടെ അവളെ തന്നെ നോക്കിയിരിക്കുകയാണ് പ്രജിൻ. അവൻ്റെ നോട്ടം തന്നിൽ തന്നെയാണെന്ന് കണ്ട് സേദി വേഗം നോട്ടം മാറ്റി. വിവാഹത്തിന് ഇനി ഇന്നേക്ക് 42 ദിവസമുള്ളൂ. തനിക്ക് ഇപ്പോഴും എന്നെ അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലേ? അവളൊരു വല്ലായ്മയോടെ അവനെ നോക്കി. ഞാനതിന് അറിയാം, താൻ അധികം സംസാരിക്കുന്ന കൂട്ടത്തിലല്ല എന്നൊക്കെ. എന്നാലും ഒന്നിച്ച് ജീവിക്കാൻ പോകുന്നവർ തമ്മിൽ ഒരു അറ്റാച്ച്മെൻറ്റ് വേണ്ടേടോ. ആരും നിർബന്ധിച്ചിട്ടല്ല സേദി വിവാഹത്തിന് സമ്മതിച്ചതെന്ന് എനിക്കറിയാം, നമ്മൾ മുന്നേ സംസാരിച്ചതുമാണ്. പ്രജിനേട്ടൻ, ഞാൻ അങ്ങനെയൊന്നും, എനിക്ക് പ്രജിനേട്ടന് ഇഷ്ടമാണ്. വളരെ പതിഞ്ഞു പോയിരുന്നു അവളുടെ ശബ്ദം. എടോ, എൻ്റെ വീട്ടിൽ ആളുകൾ കൂടുതലാണെന്ന് തനിക്കറിയാലോ. അച്ചാച്ചനും അച്ചമ്മയും അനിയനും അനിയത്തിയും അച്ഛനും അമ്മയും എല്ലാവരും തമ്മിൽ നല്ലൊരു അടുപ്പമാണ്. അപ്പോൾ താനും അവരിൽ ഒരാളാവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ആഗ്രഹമാണ് കേട്ടോ, നിർബന്ധമല്ല. അവളുടെ മുഖത്ത് സങ്കടം നിറയുന്നത് അവൻ വേഗം തിരിച്ചറിഞ്ഞു. ഞാൻ പറയാൻ കാരണം അച്ചമ്മയും അമ്മയും ഒക്കെ താനൊന്ന് വിളിച്ച് സംസാരിക്കുന്നത് കാത്തിരിക്കുകയാണ്. പാറു ഹോസ്റ്റലിൽ നിന്ന് വരുമ്പോൾ അവൾ വിളിക്കുമ്പോൾ മാത്രമല്ലേ അവർക്കൊക്കെ തന്നോട് സംസാരിക്കാൻ പറ്റുന്നത്. അവർക്കൊക്കെ തന്നെ വിളിക്കണമെന്നുണ്ട്, പക്ഷേ താൻ ജോലിക്കൊക്കെ പോകുന്നത് കൊണ്ട് വിളിച്ചാൽ തിരക്കിലാവോ എന്നൊക്കെ കരുതിയാണ് അമ്മയും അച്ഛമ്മയും ഇങ്ങോട്ട് വിളിക്കാത്തത്. ഞാൻ ഇനി എന്നും വിളിച്ചോളാം. പ്രജിനൊന്ന് പുഞ്ചിരിച്ചു. എന്നും വേണ്ട, സേദിയുടെ ഒഴിവ് പോലെ മതി. ട്രാവലും ഓഫീസ് വർക്കും ഒക്കെ ആയി ടയേർഡായാവും വീട്ടിലേക്ക് ചെല്ലുന്നത് എന്നറിയാതെയല്ല. ഇടയ്ക്കൊന്ന് സംസാരിച്ചാൽ അവർക്കൊക്കെ സന്തോഷമാവും. ഞാൻ ഇടയ്ക്ക് വിളിക്കുമ്പോൾ 4-5 വാക്കിലായാലും താൻ മിണ്ടില്ലേ, അതുപോലെ. അവൻ്റെ വാക്കുകൾ അവളെ പിന്നെയും സങ്കടത്തിലാക്കുകയാണ് ചെയ്തത്. എനിക്കിഷ്ടമില്ലാതെയല്ല സംസാരിക്കാത്തത്. എനിക്ക് ചിലപ്പോഴൊക്കെ നല്ലപോലെ സങ്കടം വരും, ദേഷ്യം വരും, ആകെ വീർപ്പുമുട്ടാണ്. പ്രജിന് അവളെ മനസ്സിലാവുന്നുണ്ടായിരുന്നു. സൗഹൃദങ്ങൾ സൂക്ഷിക്കാൻ അറിയുന്ന ആളല്ല സേദി. അവൾക്കാകെയുള്ള സൗഹൃദം നില മാത്രമാണ്. ജീവിതത്തിൽ അവൾ അത്രയും ചേർത്ത് നിർത്തിയത് നിലയെ മാത്രമായിരുന്നെന്ന് പ്രജിനറിയാം. നിലക്ക് സേദിയേക്കാൾ ഒരുപടി മുകളിൽ ജിതിനും വിശ്വത്തും നീലിമയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സേദിക്ക് നില മാത്രമായിരുന്നു. നിലയാണോ സേദിയുടെ സങ്കടം? പ്രജിൻ എഴുന്നേറ്റ് അവൾക്ക് അടുത്തുള്ള ചെയറിലേക്കിരുന്നു. അല്ലെന്ന് പറയുന്നില്ല. പിന്നെ ജിത്തേട്ടനും. ഞാൻ വിളിച്ചാൽ ഫോൺ കൂടി എടുക്കുന്നില്ല. അപ്പച്ചി വിളിച്ചിരുന്നു എന്നെ, എന്നോട് ചോദിക്കുക ഞാനും പ്രജിനേട്ടനും മുന്നേ ഇഷ്ടത്തിലായിരുന്നു എന്ന്. അതറിഞ്ഞിട്ടാണോ ജിത്തേട്ടന് ഞങ്ങളുടെ കല്യാണക്കാര്യം പറഞ്ഞപ്പോൾ സമ്മതിക്കാതിരുന്നത് എന്നൊക്കെ ചോദിച്ചു. ജിത്തേട്ടന് എന്തോ വലിയൊരു പ്രയാസമുണ്ട്. വീട്ടിലേക്ക് ഒട്ടും വരുന്നില്ല, വന്നാലും ആകെ ഒരു മിണ്ടാട്ടമില്ലായ്മയാണ്. ഇനി ആൾക്കെങ്ങാനും എന്നെ ഇഷ്ടമായിരുന്നോ എന്നൊക്കെ ചോദിച്ച് ആകെ വിഷമിച്ച ഫോൺ വെച്ചത്. വൃന്ദയും അതെ, മൊത്തത്തിൽ ഡള്ളാണ്. എന്നോടെന്ന പോലെ നിലയോടും അടുപ്പമുണ്ടായിരുന്നല്ലേ അവൾക്കും. നില വല്ലാതെ സ്വാർത്ഥതയായി പോയോ? സേദി ഇല്ലെന്ന പോലെ തലചരിപ്പിച്ചു. അവൾ ഏറ്റവും ഭയപ്പെട്ടിരുന്നത് അവൾക്ക് അങ്ങനെ ഇഷ്ടമുണ്ടായത് ജിതിൻ ചേട്ടൻ എന്തെങ്കിലും അറിയുമോ എന്നതാണ്. അന്നത്തെ അവളുടെ വാക്കുകളും നീലിമ ചേച്ചി വയ്യാതെ ആയുധമൊക്കെ വെച്ച് നോക്കുമ്പോൾ നില ഓടി ഒളിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. സംസാരം നിലയെക്കുറിച്ചായപ്പോൾ ഒരു മടിയും കൂടാതെ സേദി സംസാരിക്കുന്നത് പ്രജിനൊരു കുഞ്ഞു പുഞ്ചിരിയോടെ നോക്കിയിരുന്നു. എന്തായാലും തൻ്റെ സങ്കടമൊക്കെ പെട്ടെന്ന് മാറും. ജിതിൻ ചേട്ടൻ അവളെ കൊണ്ടുവരാൻ പോകുന്നുണ്ട് വൈകാതെ. ആണോ? സേദി സന്തോഷത്തോടെ തിരക്കി. എനിക്ക് അങ്ങേരെ പിടിച്ച് നല്ല ചതയ്ക്കാനാണ് തോന്നുന്നത്. കേട്ടത് എന്തെന്ന് ഒരു വ്യക്തത കൂടി വരുത്താതെ, ഒന്നും ചിന്തിക്കാതെ അവളെ ഓരോന്ന് വിളിച്ചു പറഞ്ഞതിന്.
എന്നിട്ടിപ്പോൾ കള്ളും കുടിച്ച് മൂങ്ങി നടന്നിട്ട് എന്ത് കാര്യം? അന്ന് എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ നല്ല ക്ലിയറായി എല്ലാം പറഞ്ഞു കൊടുത്തതാ. അന്ന് തലയിൽ കൈവച്ച് കുനിഞ്ഞൊരിപ്പായിരുന്നു. അപ്പോൾ എനിക്ക് സങ്കടം തോന്നിയിട്ടോ. പക്ഷേ ഇപ്പോൾ ആലോചിക്കുന്നതോറും ദേഷ്യം തോന്നാം. എൻ്റെ സങ്കടം മുഴുവനും ജിത്തേട്ടനെ ഓർത്താ. എല്ലാം വൈകാതെ ക്ലിയർ ആകുമെടോ. മനുഷ്യനല്ലേ, എപ്പോഴും സ്വയമായ സാഹചര്യം നോക്കാതെയൊക്കെ പ്രവർത്തിച്ചെന്ന് വരും. അവളുടെ മുഖത്ത് മാറി വരുന്ന ഭാവങ്ങൾ ഓരോന്ന് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. സനിച്ചേട്ടൻ്റെ അടുത്താണ് നില എന്ന് ആരാ പറഞ്ഞേ? നില വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ജിതിൻ ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് പോയി ജോയിൻ ചെയ്തിട്ടുണ്ട്. ആൾ വഴി അറിഞ്ഞതാ. നിലയുടെ ഓഫീസ് മെയിൽ ഐ ഡി ഞാൻ സെൻഡ് ചെയ്യാം, ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കിക്കോ. വീട്ടിൽ എത്തിയിട്ട് വിളിക്കാം എന്ന് പറഞ്ഞ് പ്രജിൻ ഇറങ്ങുമ്പോൾ ആദ്യമായി ഇത്രയും സംസാരിച്ചതിൽ സന്തോഷമുണ്ടായിരുന്നു ഇരുവർക്കും. അവനങ്ങ് ഗേറ്റ് കടക്കും വരെ അവനെ നോക്കി അവൾ എൻട്രൻസിൽ തന്നെ നിന്നു. സനിയോടൊരു തുറന്ന് സംസാരം നടത്തിയതോടെ നില കുറച്ചൊന്ന് ഫ്രീ ആയി. അതുകൊണ്ട് തന്നെ പിറ്റേന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നേരം അവളെയും കൂടെ കൂട്ടാൻ അവൻ അധികം നിർബന്ധിക്കേണ്ടി വന്നില്ല. അവളൊന്ന് ഫ്രഷ് ആയിക്കോട്ടെ എന്ന് വെച്ചാണ് സനി അവളെയും കൂട്ടി ഇറങ്ങിയത്. ഒരു ചെറിയ ഡ്രൈവും പുറത്തുനിന്ന് ഫുഡും അതായിരുന്നു പ്ലാൻ. ഫുഡ് കഴിച്ച് തിരിച്ച് കാറിൽ കയറുന്ന നേരമാണ് മെയിൽ നോട്ടിഫിക്കേഷൻ നില ശ്രദ്ധിച്ചത്. സേതിയുടെ ആണെന്ന് കണ്ടപ്പോൾ അവളൊന്ന് അമ്പരന്നു. സേതിക്ക് തൻ്റെ ഓഫീസ് ഐ ഡി എങ്ങനെ കിട്ടിയെന്നാണ് അവൾ ആദ്യം ചിന്തിച്ചത്. മെയിൽ ഓപ്പൺ ചെയ്തപ്പോൾ അതിലൊരു ഇമേജാണ്. അത് തുറക്കാൻ അവളൊന്ന് മടിച്ചു. അതിൽ തന്നെ നോക്കിയിരുന്ന് ഇത്തിരി മടിച്ചാണെങ്കിലും വിരലൊന്ന് അതിൽ തൊട്ടു. തുറന്നു വന്ന ഇൻവിറ്റേഷൻ കാർഡ് അവളുടെ ശ്വാസം പിടിച്ചു വെച്ചു. അതിൽ തെളിഞ്ഞു കാണുന്ന പേരുകളിലേക്ക് മിഴിച്ചു നോക്കാനേ അവൾക്കായുള്ളൂ. തുടരും. സ്നേഹത്തോടെ, അഭിനവി.